കറൻലി മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 100ഓളം സ്ത്രീകളെ ലൈംഗിക അതിക്രമണത്തിന് വിധേയരാക്കുകയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടപ്പെട്ടു എന്ന രീതിയിൽ കുപ്രശസ്തി ആർജിച്ച ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രം 800 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് മലർമടി എന്ന ഗ്രാമത്തിൽ ജെയിൻ പ്രമുഖനായിരുന്ന ബർമാണാഥ് ബർഗാഡെയും അദ്ദേഹത്തിന്റെ പത്നിയായ അമ്മു ബലാൽറ്റിയും താമസിച്ചിരുന്നു. അങ്ങനെ ഒരു രാത്രി അത്ഭുതകരമായ ആ സംഭവം നടന്നു. 4 ധർമ്മദേവങ്ങളായിട്ടുള്ള കലരാഹു, കലാർക്കായി, കുമാരസ്വാമി, കന്യാകുമാരി എന്നിവർ മനുഷ്യരൂപം സ്വീകരിച്ച് ധർമ്മം ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി ഒരു സ്ഥലം തേടി ബർഗാഡയുടെ വാസസ്ഥലത്തെത്തി. ദമ്പതികളുടെ ആതിഥേയത്വത്തിൽ സംതൃപ്തരായ അവർ ബർമാണയുടെ സ്വപ്നത്തിൽ വരികയും തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം അവരോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അവർ ദൈവാരാധനയ്ക്കായി തന്റെ വീട് ഒഴിയാനും ധർമ്മപ്രചാരണത്തിനായി തന്റെ ജീവിതം സമർപ്പിക്കാനും അവരോട് നിർദ്ദേശിച്ചു. ഒന്നും ചിന്തിക്കാതെ ബർമാണ തന്റെ വീട് വിട്ടു നൽകുകയും അവിടെ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ദൈവങ്ങൾ വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ശിവന്റെ ഒരു രൂപമായ മഞ്ജുനാഥനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു ശിവലിംഗം സ്ഥാപിക്കാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ജൈനമത വിശ്വാസികളായിരുന്ന ബർഗാഡെ കുടുംബം അവരുടെ നിർദ്ദേശമനുസരിച്ച് ലിംഗം സ്ഥാപിക്കുവാനും ദൈനംദിന ചടങ്ങുകൾ നടത്തുവാനും ഉടുപ്പിൽ നിന്നും ഒരു കൂട്ടം മധ്വ ബ്രാഹ്മണരെ ക്ഷണിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഹിന്ദു ബ്രാഹ്മണന്മാർ ആചാരങ്ങൾ നടത്തുമ്പോൾ ജൈന ഭരണാധികാരികൾ ക്ഷേത്രം നിയന്ത്രിക്കുന്ന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത്. ഈ മതപരമായ ഐക്യത്തിന്റെ ശക്തമായ പ്രതീകം ഇന്നും നിലനിൽക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ പൊതുവെ ഉപയോഗിച്ചിരുന്ന ദ്രാവിഡിയൻ ക്ഷേത്ര നിർമ്മാണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കേരള സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തെ വുഡ്, ക്ലേ, സ്റ്റോൺ, മെറ്റൽസ്, ലാറ്ററൈറ്റ്സ് എന്നിവയാണ് ഉപയോഗിച്ചിരുന്നത്. ബേസ് സ്ട്രക്ചർ ഗ്രാനൈറ്റും ലാറ്ററൈറ്റും കൊണ്ടും ക്ഷേത്രത്തിന്റെ റൂഫ് സ്വർണം പൂശിയ കോപ്പർ പ്ലേറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം വിവാദങ്ങൾക്കപ്പുറം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. താങ്ക് യു.